അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നുള്ളത് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ഉള്ളാൾ തങ്ങളുടെ ദർഗയിലാണ്. അതെ, നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളത്താണ് ബഹുമാനപ്പെട്ടവർ അന്തിയുറങ്ങുന്നത്. ദീർഘകാലം സമസ്തയുടെ പ്രസിഡന്റായിരുന്നു. 1920-ൽ കോഴിക്കോട് ജില്ലയിലെ കറുവന്തുരുത്തിയിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജനനം. നീണ്ട 60 വർഷക്കാലം ഉള്ളാൾ പള്ളിയിൽ ദർസ് നടത്തിയവരായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതെ, സയ്യിദ് മദനി അറബിക് കോളേജ്, അതിന്റെ പ്രിൻസിപ്പലായിരുന്നു ബഹുമാനപ്പെട്ടവർ. ജാമിയ സഅദിയയുടെ പ്രസിഡന്റുമായിരുന്നു. 2014-ലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. ബഹുമാനപ്പെട്ടവരുടെ വിദ്യാഭ്യാസം തമിഴ്നാട്ടിലുള്ള ബാഖിയാത്ത് സ്വാലിഹാത്തിലായിരുന്നു. നമ്മൾ ഓരോ മലയാളിയും ബഹുമാനപ്പെട്ടവരുടെ ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് സ്വലാത്ത് ഹൽക്കകളും നേതൃത്വം കൊടുക്കുന്നതുമെല്ലാം കണ്ടവരാണ്. 1989 വരെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശേഷം 1989 ശേഷം AP സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ടവർ. കർണാടകത്തിൽ ഉള്ളാളത്തെ ഖാലിയായിരുന്നു. അതുകൂടാതെ കർണാടകയിലെ മറ്റു പല ജില്ലകളുടെയും ഖാലി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ വിശേഷണങ്ങൾ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ ഗർജനം, ദീനിനു വേണ്ടി ആ നിലപാടുകളും നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. ബഹുമാനപ്പെട്ടവരുടെ മദദിനായി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ആ മഖാം സന്ദർശിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.